എന്താ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഉണ്ടല്ലോ. ആനക്കാരും മേളക്കാരും ഒക്കെ പോയോ? എല്ലാ വഴിക്കും ശ്രമിച്ചു നോക്കി വിക്രമേട്ടാ, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ഫൈനാൻസ് തരാൻ ആളുണ്ട്, പക്ഷെ സ്ഥലം വേണം. സ്വന്തം വീട്ടിൽ തന്നെ സ്ഥലമില്ലാത്തവര് എന്തെടുത്തു കൊടുക്കാനാ? അല്ല, അതിനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തരുന്ന കാശിനൊരു ഉറപ്പ് വേണ്ടേ? ഒരുറപ്പും വേണ്ടായിരുന്നു ഒരു കാലത്ത്. അങ്ങാടിച്ചെന്ന് അജയൻ ഇടത്തോട്ടും വലത്തോട്ടും കൈനീട്ടി നിന്ന നോട്ടുകെട്ടുകൾ വന്ന് വീഴുമായിരുന്നു. അജയൻ എന്ന ഈ ഈട് മാത്രം മതിയായിരുന്നു. വിക്രമേട്ടൻ അറിയോന്നറിയില്ല, ഞങ്ങളുടെ കഴിഞ്ഞ സിനിമയ്ക്ക് കാശ് തന്നവരാരും ഒരു ഈടും വാങ്ങിയിട്ടില്ല. അജയനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു, ലക്ഷങ്ങൾ വരാൻ. എൻ്റെ ഉറപ്പിൻ്റെ മുകളിലെ ഒക്കെ വാങ്ങിയത്. സിനിമയല്ലേ, പറഞ്ഞു വെച്ച ബിസിനസ്സുകളെല്ലാം കാലുമാറി. ഞങ്ങളിങ്ങനെ എന്താ ശിവ ഇങ്ങനെ കുട്ടികളെ പോലെ? 1.5 വയസ്സായ എൻ്റെ മോൾക്ക്. അവൾക്കൊരു വയസ്സ് തികണേൻ്റെ 8 ദിവസം മുമ്പ് ഇറങ്ങിയതാ ഞാൻ വീട്ടിൽ നിന്ന്. കാണാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല. ഇവനെപ്പോഴും എന്നോട് പോയിക്കൊള്ളാൻ പറയും. എൻ്റെ വാക്ക് കേട്ട് പെരുവഴിയിലായി ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല വിക്രമേട്ട. ശിവ മതി. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാ വന്നത്. നാളെ രാവിലെ നമുക്ക് ഒറ്റപ്പാലം വരെ ഒന്ന് പോകണം, ഒരാളെ കാണാൻ. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്. അതെ, നാളെ കൊടുക്കാനുള്ളതാ, ഒന്ന് വേഗം ആയിക്കോട്ടെ. ആരത്? വിക്രമേട്ടനോ? വാ വാ വാ. നമ്മളിതിന് മുമ്പ് കണ്ടത് കോഴിയാമ്പറമ്പ് പൂരത്തിന്. ഇങ്ങോട്ട് തെളിഞ്ഞു വരാത്തിരി സമയം എടുക്കേ, വയസ്സാവല്ലേ. അന്നെന്തായിരുന്നു ഒരു പുകില്. അതിന്റെ ക്ഷീണന്മാരാ 3 ദിവസം എടുത്തു. നമ്മള് ഈ അന്ത്യോളവും ഈ തടിയുടെ ഇടയിലൊക്കെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സുഖം വേണ്ട എന്റെ വിക്രമേട്ട. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവരെ പറ്റിയാ ഞാൻ ഇന്നലെ പറഞ്ഞത്. കുറച്ചു കാലമായിട്ട് ഇവര് റെസ്റ്റ് ഹൗസിലുണ്ട്. അല്ല, ഈ സിനിമ എന്നൊക്കെ പറയുമ്പോ അത് വലിയ റിസ്ക് ആണ്. അതൊക്കെ ചിലരുടെ പേർക്ക് അങ്ങോട്ട് എഴുതി വെച്ച് കൊടുത്തിരിക്കല്ലേ. നമ്മളെ കൊണ്ടൊന്നും അതിന് കൂട്ടിയേ കൂടില്ല. ആദ്യത്തെ പടത്തിൽ കുറേ അബദ്ധങ്ങൾ പറ്റി. പണി പഠിച്ചു വന്നപ്പോ പെരുവഴിയിലുമായി. ഒരുപാട് കാശ് മുടക്കി ഒരു സിനിമ എടുക്കാനല്ല സാർ, ചെറിയ പൈസയ്ക്ക് നല്ലൊരു സിനിമയുടെ ഒരു ആർഭാടവും ഇല്ലാതെ. സ്ക്രിപ്റ്റൊക്കെ എല്ലാം എഴുതി കഴിഞ്ഞു സാർ. ഇനിയിപ്പോ ഒരു പ്രൊഡ്യൂസറെയാണ് വേണ്ടത്. അയ്യോ, ഞാനിത് എങ്ങനെ ചില്ലറ തടി ഇത് ഭൂമി കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഒരു പ്രൊഡ്യൂസർ ആവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ വിക്രമേട്ടൻ ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുക. ഞങ്ങള് കുറെ കാലമായിട്ടുള്ള ബന്ധമാണേ. അതുകൊണ്ട് മാത്രം പണം ഞാൻ തരാം. കടമായിട്ട് പലിശയൊന്നും വേണം. 6 മാസത്തിനകം തിരിച്ചു തന്നേക്കണം. അത് മതി, ഞാൻ ജാമ്യം നിന്നോളാം. നമ്മള് തമ്മിൽ അങ്ങനെയൊന്നും വേണ്ടെന്നേ. പിന്നെ എന്റെ മക്കൾക്കും ഇവരുടെ പ്രായ രക്ഷപ്പെടത്ത് വലിയ ഉപകാരം സാർ. അപ്പോ ഇന്ന് വ്യാഴാഴ്ച. ഇന്ന് വ്യാഴം. തിങ്കളാഴ്ച ഒരു 5 തരാം. ബാക്കി ഷൂട്ടിംഗ് തുടങ്ങുമ്പോ മതിയല്ലോ. ഓ മതി സാർ, മതി. ധാരാളം മതി. എന്നാ ഞങ്ങളങ്ങോട്ട് തിങ്കളാഴ്ച വരാം. ശരി. പിന്നെ ചെനക്കത്തൂര് പൂര പറഞ്ഞ് രാവിലെ തന്നെ അങ്ങോട്ട് എത്തിക്കൊള്ളണം വിക്രമേട്ടൻ. അയ്യോ, അത് ഞാൻ മറക്കില്ല. കലണ്ടറിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ശരി. എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല വിക്രമേട്ട. മരണം വരെ ഞങ്ങളിത് മറക്കില്ല. ഇത് നിങ്ങളുടെ 2ാം ജന്മമാ. ദൈവമായിട്ട് തന്ന അവസരം. എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് കാര്യം
സംശയം. എനിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. കോപ്പ അവാർഡ്. ഇനി കളർ വെള്ളം കിട്ടിയില്ല എന്ന് ആരും പരാതിപ്പെടരുത്. സെയിം കളർ സെയിം ടേസ്റ്റ്. പഞ്ചാര ഇല്ല മക്കളെ, ഇതുകൊണ്ട് തൃപ്തിപ്പെടും. പിന്നെയും നല്ല തരും. ചെറുതൊന്നും ആവായിരുന്നു അല്ലേ? ഇതെന്നെ താനൊന്നും നേരിയാവത്തെ. ശാന്തേട്ടാ, ഒരു ദിവസം 4 സീൻ വെച്ച് പോയാലും 13 ദിവസം വരും. പിന്നെ സോങ്ങും. ഞാനും അത് തന്നെ ആലോചിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഇന്റീരിയർ സീൻസ് രാത്രി 9 മണിക്ക് ശേഷം എടുക്കാം. ഹായ് ബാറ്റുകാരില്ലേ? ആ, നമ്മുടെ ബിനോയുടെ പിള്ളേരിലടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ഒരു 11 ദിവസം കൊണ്ട് തീർക്കാം. തീർക്കണം. അല്ല ഭായി, സ്ക്രിപ്റ്റ് എല്ലാം ഓക്കെ അല്ലേ? അതിനൊന്നും ടെൻഷനില്ലാന്നേ. പിന്നെ എല്ലാരോടും കൂടി ആയിട്ട് പറയാ, ഷൂട്ടിംഗ് സമയത്ത് ആരെങ്കിലും സ്മോൾ അടിച്ച് കണ്ടാൽ പിന്നെ ആരാന്നൊന്നും ഞാൻ നോക്കില്ല. കട്ട്. സംശയിക്കണ്ട, തന്നെ ഉദ്ദേശിച്ചെ പറഞ്ഞത്. അപ്പൊ ഞാൻ കുറ്റക്കാരൻ, ബാക്കിയുള്ളവരൊക്കെ മാന്യന്മാരല്ലേ? അടക്കടാ, അവന് കാര്യം മനസ്സിലായി, എത്രയേ ഉള്ളൂ. ആരത്? എന്തിനുണ്ടോ പൊറിഞ്ഞ എന്റെ വെക്കട്ട്? ആ വിക്രമേട്ടാ വാ. എന്താ എന്താ വിക്രമേട്ടാ? അജയനും ശിവനും ഒന്ന് പുറത്തേക്ക് വാ. ശിവ, എന്താണ്? ഇപ്പൊ ഒരു ഫോൺ വന്നിരുന്നു ഒറ്റപ്പാലത്ത്. നമ്മുടെ ദിവാകര സാറ് കോയമ്പത്തൂർ വെച്ച് ഒരു കാർ അപകടത്തിൽ മരിച്ചു. കുറച്ചു മുമ്പേ. നല്ലവർക്ക് നാളില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ.